RSS ആസ്ഥാനമായ നാഗ്പൂരിൽ തകർന്നടഞ്ഞ BJPക്ക് ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ഞെട്ടിക്കുന്ന തോൽവി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലോക്സഭാ മണ്ഡലമായ വാരണാസിയിലാണ് BJPക്ക് ഞെട്ടിക്കുന്ന തോൽവിയുണ്ടായിരിക്കുന്നത്. വാരണാസി മണ്ഡലത്തിൽ ഉത്തർപ്രദേശ് ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്കുള്ള സീറ്റുകളിൽ BJPക്ക് കനത്ത തോൽവിയാണ് ഉണ്ടായിരിക്കുന്നത്. BJP സ്ഥാനാർത്ഥി ചെത് നാരായൺ സിംഗ് മൂന്നാം സ്ഥാനത്തേക്കാണ് പിന്തള്ളപ്പെട്ടത്. ടീച്ചേഴ്സ് ആൻഡ് ഗ്രാജുവേറ്റ്സ് മണ്ഡലങ്ങളിൽ സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥികളായ ലാൽ ബിഹാരി യാദവ്, അശുതോഷ് സിൻഹ എന്നിവരാണ് വിജയിച്ചു കയറിയത്. മോദിയുടെ തട്ടകത്തിൽ തന്നെ പാർട്ടിക്കുണ്ടായ തോൽവി BJPക്ക് കനത്ത ആഘാതമാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. മണ്ഡലത്തിൽ തുടർച്ചയായി 2 തവണ വിജയിച്ച ചെത് നാരായൺ സിംഗിനെ BJP മൂന്നാം തവണയും നാമനിർദ്ദേശം ചെയ്യുകയായിരുന്നു. എന്നാൽ ലാൽ ബിഹാരി യാദവിനെ സമാജ്വാദി പാർട്ടി സ്ഥാനാർത്ഥിയായി നാമനിർദ്ദേശം ചെയ്തതോടെ മത്സരം കടുത്തു. ഒടുവിൽ BJPയെ തോൽപ്പിച്ച SP വിജയം നേടുകയായിരുന്നു. 7766 വോട്ടുകൾ നേടിയാണ് സമാജ്വാദി പാർട്ടിയുടെ ലാൽ ബിഹാരി വിജയിച്ചത്. രണ്ടാമതുള്ള സ്വതന്ത്ര സ്ഥാനാർത്ഥി പ്രമോദ് കുമാർ 6830 വോട്ടുകൾ നേടിയപ്പോൾ BJPയുടെ ചെത് നാരായൺ സിംഗിന് ലഭിച്ചത് 4858 വോട്ടുകൾ മാത്രമാണ്. കഴിഞ്ഞ 10 വർഷമായി അധ്യാപക സീറ്റിൽ തുടരുന്ന BJP സ്ഥാനാർത്ഥി ചെത് നാരായൺ സിംഗ് വോട്ടെണ്ണൽ ആരംഭം മുതൽ അവസാനം വരെ മൂന്നാം സ്ഥാനത്ത് തന്നെ തുടരുകയായിരുന്നു. ബിരുദധാരികൾക്കും അധ്യാപകർക്കുമായി സംവരണം ചെയ്ത 11 ലെജിസ്ലേറ്റീവ് കൗൺസിലിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. 6 ടീച്ചേഴ്സ് ക്വാട്ടയിലേക്കും 5 ഗ്രാജുവേറ്റ് ക്വാട്ടയിലേക്കുമായിരുന്നു ജനവിധി. ഗോരഖ്പൂർ ഫൈസാബാദ് ബ്ലോക്ക് ടീച്ചേഴ്സ് മണ്ഡലത്തിൽ UP സെക്കൻഡറി ടീച്ചേഴ്സ് അസോസിയേഷൻ ശർമ്മ വിഭാഗം സ്ഥാനാർത്ഥി ധ്രുവ് കുമാർ ത്രിപാഠി ഹാട്രിക് വിജയം സ്വന്തമാക്കി. എതിർ സ്ഥാനാർത്ഥി അജയ് സിംഗിന് 1008 വോട്ടുകൾക്കാണ് ഇദ്ദേഹം തോൽപ്പിച്ചത്. ധ്രുവിന് 10227 വോട്ടും അജയ് സിംഗിന് 9219 വോട്ടും കിട്ടി. ആഗ്ര ടീച്ചേഴ്സ് മണ്ഡലത്തിൽ സ്വതന്ത്രൻ ആകാശ് അഗർവാളാണ് വിജയിച്ചത്. ഡിസംബർ 1 തെരഞ്ഞെടുപ്പ് നടന്നത്. 11 സീറ്റുകളിൽ 199 സ്ഥാനാർത്ഥികളാണ് മത്സരിച്ചത്. നേരത്തെ മഹാരാഷ്ട്ര നിയമസഭാ കൗൺസിലിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ BJPക്ക് വൻ തിരിച്ചടി നേരിട്ടിരുന്നു. 6 സീറ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 4 കോൺഗ്രസ്, NCP, ശിവസേന സഖ്യം വിജയിച്ചു. ഒരിടത്ത് മാത്രമാണ് BJPക്ക് വിജയിക്കാനായത്. നാഗ്പൂർ, പുനെ എന്നീ സീറ്റുകളിൽ BJPക്ക് പരാജയം സംഭവിച്ചതാണ് ഏറ്റവും ശ്രദ്ധേയം. പുനെ, നാഗ്പൂർ എന്നിവിടങ്ങളിൽ കോൺഗ്രസും ഔറംഗാബാദ്, മറാത്ത് വാഡ സീറ്റുകളിൽ NCPയും വിജയിച്ചു. ദുലൈ നന്ദുബറിൽ മാത്രമാണ് BJPക്ക് വിജയിക്കാനായത്. 1 സീറ്റിൽ സ്വതന്ത്രനും വിജയിച്ചു. അതേസമയം ഗ്രേറ്റർ ഹൈദരാബാദ് മുനിസിപ്പൽ കോർപ്പറേഷനിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുകയാണ്. 150 സീറ്റുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. 2016 തെലങ്കാനയിലെ ഭരണകക്ഷിയായ TRS 99 സീറ്റുകളിലും അസദുദ്ദീൻ ഒവൈസിയുടെ AIMIM 44ഉം BJP 4 സീറ്റുകളിലുമാണ് വിജയിച്ചിരുന്നത്. കോവിഡ് കണക്കിലെടുത്ത ബാലറ്റ് പേപ്പറുകൾ ഉപയോഗിച്ചാണ് ഇത്തവണ തെരഞ്ഞെടുപ്പ് നടത്തിയത്. അതുകൊണ്ട് തന്നെ ഫലം പൂർണ്ണമായും പുറത്തു വരുമ്പോൾ ഏറെ വൈകും. ചൊവ്വാഴ്ച നടന്ന വോട്ടെടുപ്പിൽ 74.67 ലക്ഷം സമ്മതിദായകരിൽ 34.50 ലക്ഷം പേർ സമ്മതിദാനാവകാശം ഉപയോഗിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള. Mama's dishwash liquid, soft on hands.